കുറിച്ചിട്ട് ഒരുപാട് പേര് ഓരോ സംശയങ്ങളായിട്ട് വരാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, ഇപ്പം മോളുടെ മുടി എങ്ങനെയാണ് കെട്ടിക്കൊടുക്കുന്നത് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ്. മോളിത് 5ാം ക്ലാസ്സിലേക്ക് എത്തി, യൂണിഫോമൊക്കെ മാറി കേട്ടോ. അപ്പോൾ കോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്മയാണ് അവൾക്ക് മുടി കെട്ടി കൊടുക്കാറ്. തലേ ദിവസം തന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് മുടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആകെ മുടി ഷാമ്പു ഇട്ടിട്ടായിരുന്നു ഫംഗ്ഷനൊക്കെ പോകേണ്ട കാരണം. അപ്പോൾ ഈ തലേ ദിവസം എണ്ണയൊക്കെ തേച്ചിട്ട് മുടി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ എണ്ണ തേച്ചില്ലെങ്കിൽ മുടി ഇങ്ങനെ മുടഞ്ഞിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മുടി പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല, പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായി ചെയ്താലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നന്നായി എണ്ണ തേച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ആഴ്ചയിലൊക്കെ അങ്ങനെ എണ്ണ തേക്കുന്നത് വളരെയധികം നല്ലതാണ് മുടിക്ക്. അപ്പോൾ മുടി ഇതാ നന്നായി വേറെടുത്തു. ആദ്യം വയച്ചിലൊക്കെ എടുത്തു. നിങ്ങളെങ്ങനെയാണ് വയച്ചിലെടുക്കുന്നത് അതുപോലെ നമുക്ക് എടുക്കുക കേട്ടോ. നമുക്ക് എങ്ങനെയാണോ പറ്റുക അതുപോലെ എടുക്കുക. ചിലർ സൈഡ് വയച്ചിലായിരിക്കും, ചിലർ നടുവച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എന്നിട്ട് 2 ഭാഗം പിന്നിടുക. എന്നിട്ട് റിബണും ബണ്ണും വെച്ചിട്ട് കെട്ടുക കേട്ടോ. പണ്ടൊക്കെ എല്ലാവരും ഈ റിബണിന് എന്താ നാടാന്ന് അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത്, അമ്മ പറയൂ കേട്ടോ. നമ്മളിപ്പോൾ റിബൺ എന്നാണ് പറയുക. ബ്ലാക്ക് റിബണാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ. വ്യാഴാഴ്ച മാത്രം വൈറ്റാണ്. അവരുടെ യൂണിഫോം വൈറ്റാണ് കേട്ടോ. അതാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ബ്ലാക്കും. മുടിത് അങ്ങനെ നന്നായി മുടഞ്ഞിടുക കേട്ടോ. ഈ ലോങ് ഹെയർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ മുടഞ്ഞിട്ട് പോകണമെന്നാണ് അവരുടെ സ്കൂളിൽ. ഷോർട്ട്സ് ഹെയർ ആണെങ്കിൽ ഇങ്ങനെ മുടയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയിട്ടാൽ മതി. നല്ല ഷോർട്ട്സ് ആണെങ്കിൽ കേട്ടോ. കുറച്ചെങ്കിലും മുടി ഉണ്ടെങ്കിൽ ഇങ്ങനെ മുടഞ്ഞിടണം കേട്ടോ. ഇവളുടെ മുടി വല്ല ഫംഗ്ഷനൊക്കെ വല്ല നമ്മൾ പരത്തിയിട്ടിട്ട് പോവുമല്ലോ, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ പരത്തിയിട്ടിട്ട് പോയാലും അവിടെയുള്ള ടീച്ചർമാരോ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ അവളുടെ മുടിയിൽ എന്തെങ്കിലും ഇങ്ങനെ ക്ലിപ്പിടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കും. കാരണം ഇങ്ങനെ അഴിച്ചിടരുത് പറയും ഇത്ര അവളോട്. ഒരു ദിവസം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പട്ടുപാവാട പോയപ്പോൾ ഞാൻ അവളുടെ മുടി അഴിച്ചിട്ട് കൊടുത്തു. അതാണല്ലോ ഭംഗി എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവിടുത്തെ ചേച്ചിമാരോ ടീച്ചർമാരോ ആരോട്ടും മുടഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫംഗ്ഷനല്ലേ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അവർ പറയും ലോങ് ഹെയർ ആവുമ്പോൾ പരത്തിട്ടിട്ട് വരരുത് എന്ന് പറയും. പിന്നെ ഇപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ അങ്ങനെ ഇട്ടിട്ട് പോയി. അപ്പോൾ എല്ലാ സ്കൂളിലും ഇങ്ങനെയാണ് മുടി കെട്ടുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടെ ഉള്ള സ്കൂളിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ മുടി കെട്ടുന്നത്. ഞങ്ങളുടെ ഇവിടെ ചാത്തന്നൂർ സ്കൂള്, അതുപോലെ തന്നെ പെരിങ്ങോട് സ്കൂള്, മേഴത്തൂർ സ്കൂള്, അങ്ങനത്തേലൊന്നും ഇങ്ങനെ മുടഞ്ഞിട്ട് പോകണ്ട കേട്ടോ. പക്ഷേ ബാക്കിയുള്ള വേറെ കുറേ സ്കൂളുകളിൽ, എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ ഇങ്ങനെ മുടഞ്ഞിടണം എന്നാണ് കേട്ടോ, സ്റ്റേറ്റിലും എല്ലാ സ്കൂളിലൊക്കെ. പക്ഷേ നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ ഇല്ല. എങ്ങനെ വേണമെങ്കിലും കെട്ടിപ്പോവുക. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഇങ്ങനെ നമ്മൾ കുളിച്ചു പിന്നെ പറയില്ലേ, അങ്ങനെ കെട്ടിയിട്ടൊക്കെ പോവുക. പിന്നെ കുതിരവാല് കെട്ടുക, അങ്ങനെയാണ് കേട്ടോ കെട്ടുക. അപ്പോൾ അത് അമ്മ നന്നായി മുടഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് റിബണൊക്കെ വെച്ച് അതുപോലെ തന്നെ ബണ്ണും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡും മുടഞ്ഞു ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അവൾ 5ാം ക്ലാസ്സിലേക്ക് ആയി, UP ആയി കേട്ടോ. അങ്ങനെ UPയിലേക്കായി, 5ാം ക്ലാസ് ആയി. 5, 6, 7 UP ആണല്ലോ. അപ്പോൾ അങ്ങനെ അടുത്ത കടമ്പയും കൂടെയും കടക്കുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് ഇത്രയും കാലത്തെ റുട്ടീനൊക്കെ മാറി. ഇനി ഹെയർ കെയർ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് ഇടണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നടക്കുമെന്ന് അറിയില്ല. കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇനി തിരക്കായി, പഠിക്കാൻ ഒരുപാടുണ്ടായിരിക്കും. ആകെ ശനി ഞായറൊക്കെ കിട്ടുള്ളൂ. എന്താ ചെയ്യാന്നൊന്നും അറിയില്ല. അപ്പോൾ അതാ പിന്നെ അമ്മ സെക്കൻഡ് സൈഡും 2ാമത്തെ ഭാഗവും ഇതുപോലെ നന്നായി വേറെടുത്തിട്ട് മുടഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് ടിപ്പ് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ടിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഇടാറുണ്ട്. മുടി നന്നായി വരണം എന്നുള്ളവർ മുടി നന്നായി ചീന്തുക, അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ നന്നായി മുടി ചീന്തിയിട്ട് മുടഞ്ഞിട്ടല്ല, തല മേപ്പെട്ട് കിട്ടുക കേട്ടോ. രാത്രിയിൽ മുടി സംരക്ഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചിലർ പറഞ്ഞു മുടഞ്ഞിട്ടാണ് ഞങ്ങൾ കിടക്കുക. അങ്ങനെ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിടക്കാം. മേലേക്ക് കെട്ടിക്കിടന്ന ഗുണങ്ങൾ ഏറെയാണ്, നല്ലതാണ്. മിന്നിട്ട് കിടന്ന കുഴപ്പമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും ഉത്തമം മേലേക്ക് കെട്ടിക്കിടക്കുകയാണ് കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ യൂസ് ചെയ്യുക. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുക. പിന്നെ താളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ചെമ്പരത്തി താളി വളരെയധികം നല്ലതാണ് കേട്ടോ തലയ്ക്ക് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ചെറുപയറിൻ്റെ താളി ഉണ്ടല്ലോ, അതും നല്ലതാണ് തലയ്ക്ക് യൂസ് ചെയ്യാൻ. അങ്ങനെ ഓരോ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന മുടിയുണ്ട് ചിലവർക്ക്. നമുക്കിത് പാരമ്പര്യമൊന്നും അല്ല കേട്ടോ. അവൾക്ക് മുടിയുണ്ട്, അതാണ് പാരമ്പര്യമാണെന്ന് എനിക്കിത് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ അത്ര മുടിയൊന്നുമില്ല. പക്ഷേ ഇവളുടെ അത്രയൊന്നും മുടി ചെറുപ്പത്തിലോ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നോട് ഒരാൾ കമൻറ്റ് യൂട്യൂബിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാരമ്പര്യമാണോ കുട്ടിയുടെ അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്കൊക്കെ മുടി ഉണ്ടോയെന്ന്. എൻ്റെ അമ്മയ്ക്ക്, അതായത് ഇവളുടെ അമ്മമ്മയ്ക്ക് മുടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല നീളമുള്ള മുടിയായിരുന്നു. നമ്മുടെ മുടി ഇപ്പോൾ ഒക്കെ പോയി, പ്രായമായപ്പോൾ മുടിയൊക്കെ പോയി.
അപ്പോൾ ഇങ്ങനെയാണ് ഇവളുടെ മുടി കെട്ടുക. സ്കൂൾ കെയർ ചോദിച്ചായിരുന്നു, സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണ് മുടി കെയർ ചെയ്യണതെന്നൊക്കെ. അപ്പോൾ രാവിലെ കുളിക്കാറില്ല, വൈകുന്നേരത്താണ് കുളിക്കാറ്. രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ മുടി ഉണങ്ങില്ല. ഹെയർ ഡ്രയറൊന്നും യൂസ് ചെയ്യില്ല അവളുടെ മുടിക്ക്, അതൊക്കെ കേടാണ് കേട്ടോ. യൂസ് ചെയ്യണവരുണ്ട്, ഞങ്ങൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യാറ്. സ്കൂളിൽ പോകുന്ന ദിവസം ഇങ്ങനെ 2 ഭാഗം പിന്നിടും, എന്നിട്ടാണ് സ്കൂളിൽ പോവുക. വന്നു കഴിഞ്ഞാൽ തലമുടി കഴുകൂട്ടോ നന്നായിട്ട്. ചില ദിവസം ഷാമ്പു ഇട്ട് കഴുകും, കാരണം ചളിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇവർ രാവിലെ പോയാൽ വൈകിട്ടല്ലേ വരുള്ളൂ, പൊടിയും കാര്യങ്ങളൊക്കെ തട്ടുമല്ലോ. സ്കൂളിൽ അങ്ങനെ ഇങ്ങനെ ഓടിക്കളിക്കലും ഒക്കെയാണല്ലോ. പിന്നെ ചൂട് ആവുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. എന്നാൽ തണുപ്പ് കാലമായി അത്ര പേടിക്കാല്ല കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ June 1 എന്നിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ല. മഴയൊക്കെ കുറവാണ് തോന്നുന്നുണ്ട് ഇക്കൊല്ലം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയത്ത് നല്ല മഴയല്ല ഉണ്ടായിരുന്നു, തണുപ്പൊക്കെ തുടങ്ങി. പക്ഷെ ഇപ്രാവശ്യം തണുപ്പൊന്നും അങ്ങനെ വരുന്നില്ല. വരുമായിരിക്കും, കാത്തിരിക്കാൻ മഴയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ഇതാണ് കേട്ടോ ഗൈസ്. ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ഇനി ഇങ്ങനത്തെ വല്ല വീഡിയോസും വേണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, നല്ലതുണ്ടെങ്കിലും രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.